നമുക്കിന്നൊരു സാധനം ഉണ്ടാക്കാവേ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം. ഇത് കുറച്ചധികം ലൂസായിപ്പോയി, കുറുകിയ വെള്ളം ഒഴിക്കാണ്ട് എടുക്കണ തേങ്ങാപ്പാലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിനകത്ത് കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിസ്ക്കണം. മിസ്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്, ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നിട്ടില്ലെന്ന്. അങ്ങനെ അതും ഇട്ട് മിസ്കി കഴിഞ്ഞിട്ട് നമ്മൾ ഏത് മീനാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അത് മീൻ ഒഴിക്കണം. എൻ്റെ കുറച്ച് ലൂസായി പോയതുകൊണ്ടാണ് അതിങ്ങനെ ഇരിക്കണേ. വെള്ളം ഒഴിക്കാണ്ട് അടിച്ചെടുക്കുന്ന തേങ്ങാപ്പാൽ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കുറച്ച് അധികം ലൂസായതിൻ്റെ പേരിൽ അത് നല്ലപോലെ മുക്കി വെച്ചിട്ട് കുറച്ചധികം നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പകുതി ആയപ്പോഴേക്കും ഞാൻ അതിനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ച്. അങ്ങനെയാണ് ഞാൻ ഈ സംഭവം എടുത്ത് വെച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് പിടിച്ചില്ലെങ്കിലോ എന്ന് വെച്ചിട്ട്. പിന്നെ ഞാൻ കുറച്ച് അതിനകത്തേക്ക് ചെറിയുള്ളിയും വേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഫ്രൈ പാനിക്ക് എണ്ണ ഒന്നും ഒഴിക്കാതെ ഇലയും മീനും ഒക്കെ വെച്ചിട്ട് പിന്നെ ആ അരപ്പ് ബാക്കി ഉണ്ടായിരുന്നത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ മുകളിലും ഇല വെച്ചിട്ട് അതിങ്ങനെ അടച്ച് മൂടി വെച്ചു. തുറന്നു കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ കരിഞ്ഞിട്ടൊന്നുമില്ല, സൂപ്പറായിട്ട് വന്നു. ഓയിലൊന്നും യൂസ് ചെയ്യാണ്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ